പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്നേഹം. ഒന്നാമത്തെ വായനയിലും പ്രതിവചന സങ്കീർത്തനത്തിലും സുവിശേഷത്തിലും ആവർത്തിക്കുന്ന ഒരു വാക്യമാണ് മന്ന എന്നത്. ദൈവം നൽകിയ അപ്പം. ദൈവം ഇസ്രായേൽ ജനതയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് അപ്പമായിട്ട് മന്ന നൽകി. സുവിശേഷത്തിലെ ക്രിസ്തു പറയുക, ഈ ലോകത്തിന്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തന്റെ ശരീരം താൻ നൽകുന്നുവെന്ന്. മന്ന നൽകിയ ദൈവത്തെ മറന്നുകൊണ്ട് ആരിലൂടെയാണോ നൽകപ്പെട്ടത് അവൻ പ്രാഗൽഭ്യമുള്ളവനാണെന്ന് ഇസ്രായേൽ ജനതകൾ. അതുകൊണ്ട് തന്നെ കർത്താവ് തിരുത്തുകയാണ്, മോശയല്ല നിങ്ങൾക്ക് മന്ന നൽകിയത്, ദൈവമാണ് നിങ്ങൾക്ക് മന്ന നൽകിയത്. അടയാളങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ചും ക്രിസ്തു പ്രതിപാദിക്കുന്നു. നൽകപ്പെട്ട മന്ന ദൈവത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കുവാൻ, അങ്ങനെ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള ആഹ്വാനമാണ് വിശുദ്ധഗ്രന്ഥത്തിൽ നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവാകുന്ന മന്ന ഓരോ ദിവസവും ഭക്ഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ യേശു ക്രിസ്തുവിനെ പരിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുമ്പോൾ
എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കുടിലതകളുള്ള പാപമംഗലമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്രകാരമാണ് നാം ഓരോരുത്തരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുള്ളത് ക്രിസ്തുവാണെന്ന ബോധ്യത്തോടുകൂടെ കർത്താവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ദിവസവും ക്രിസ്തുവായി തീരുവാനായി നമുക്ക് പരിശ്രമിക്കാം. അതിന്റെ കൃപ നമുക്ക് നൽകണമേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കാം. അപ്രകാരം അല്ലാതെ ജീവിച്ച നിമിഷങ്ങളെ ഓർത്ത് ഈ ബലിവേദിയിൽ മാപ്പപേക്ഷിച്ച് നമുക്ക് ഈ ബലിക്കായിട്ട് വരും. സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു. അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു. അവിടുന്ന് അവരെ തന്റെ വിശുദ്ധ ദേശത്തേക്കും തന്റെ വലതുകൈ നേടിയെടുത്ത പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതിയെ പോലെ ജീവിക്കരുത്. പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുന്നു. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കും. കർത്താവിന്റെ വചനം. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് യേശു ശിഷ്യന്മാരോ അവിടെ നിന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർന്നഹൂമിലെത്തി. യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യർക്ക് തരുന്ന നിത്യജീവൻ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കും. എന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുവാൻ നിങ്ങൾ എന്ത് ചെയ്യും? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവരിൽ വിശ്വസിക്കും. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് അപ്പം തന്നത്, എന്റെ പിതാവാണ് സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്ന ലോകത്തിന് ജീവൻ നൽകുന്നത്. അപ്പോൾ അവർ അവരോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല. കർത്താവിന്റെ സുവിശേഷം. സ്നേഹനിറഞ്ഞവരെ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ മന്ന 3 സ്ഥലങ്ങളിൽ ഇന്ന് ആവർത്തിക്കപ്പെട്ടു. മന്ന നൽകപ്പെട്ട സാഹചര്യം
അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ ഫലമായിട്ട് നൽകുകയാണെങ്കിലും ദൈവത്തിൻ്റെ സഹായം എന്തുകൊണ്ടാണ് അത് നൽകപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേലിന്റെ ചരിത്രവും നമുക്കറിയാം. പ്രഭാത പുസ്തകം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ജോസഫിനെ അറിഞ്ഞുകൂടാത്ത ഒരു ഭരണാധികാരി ഈജിപ്തിൽ നിലവിൽ. ജോസഫ് ആരായിരുന്നു? ജോസഫ് ഈജിപ്തിന്റെ നയതന്ത്ര കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഈജിപ്തിന് ക്ഷാമങ്ങളിൽ ഭക്ഷണം നൽകി തീറ്റിപ്പോറ്റിയ വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജോസഫിനുണ്ടായിരുന്നു. അവനെ അറിഞ്ഞുകൂടാത്തൊരു ഭരണത്തിൽ വന്നു. അവിടെ നിന്നും ചിന്തിക്കുകയാണ് ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി. അങ്ങനെ ധാരാളം കഷ്ടപ്പാടുകൾ ആ ജനതയുടെ മുകളിൽ അവൻ അടിച്ചേൽപ്പിക്കുന്നു പുതിയ ഭരണാധികാരികൾ. അവസാനം കടിഞ്ഞൂൽപ്പിന്റെ വധം അല്ലെങ്കിൽ ആ ഇസ്രായേൽ ജനിക്കുന്ന ആൺകുട്ടികൾ എല്ലാവരും വധിക്കപ്പെടണമെന്ന് പോലും രാജാവ് കൽപ്പിക്കുകയും അവിടെ ഇസ്രായേൽ ജനതയുടെ നിലവിളി കേട്ട്, ആ വാക്കാണ് പുസ്തകത്തിൽ വേണ്ടി വെച്ചിരിക്കുന്നത്, ഇസ്രായേൽ ജനതയുടെ നിലവിളി കേട്ട ദൈവം മോശയായിരുന്നു അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി. അങ്ങനെ മോശയോടൊപ്പം ഈ ഇസ്രായേൽ ജനത പുറപ്പെടുന്നതുമായിട്ട് ദൈവത്തിന്റെ ശക്തി എന്തുമാത്രമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ദൈവം 10 അത്ഭുതങ്ങൾ അവിടെ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെറുതെ മോശം കൊണ്ടുപോയിരുന്നെങ്കിൽ അവർ ദൈവത്തിൽ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ദൈവം 10 അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഓരോ അത്ഭുതം കഴിയുമ്പോഴും ദൈവം പറയുന്ന ഒരു വാക്യമുണ്ട്: ഫറവോയുടെ ഹൃദയത്തെ അവിടുന്ന് കഠിനമാക്കി. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ വിട്ടിട്ടില്ല. കാരണം അങ്ങനെ കഠിനമാക്കിയത് മറ്റൊരു അത്ഭുതം കാണിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഈ 10 അത്ഭുതങ്ങളുടെ പിറകിലും ദൈവത്തിന്റെ കരമുണ്ട്. ദൈവം ശക്തിയുള്ളവനാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ദൈവം പ്രവർത്തിച്ചു. 11ാമത് അത്ഭുതം കാണിക്കുന്നത് ചെങ്കടല മുറിച്ച് കടന്നുകൊണ്ട്. ഇതൊക്കെ തന്നെ ദൈവം പ്രകടമാക്കുന്നത് തന്റെ ജനം ദൈവത്തിൽ വിശ്വസിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ ജനത്തിന്റെ ദുർവാശികളെ കുറിച്ച് ദൈവത്തിന് നല്ല ബോധ്യമുണ്ടാകും. എങ്കിലും നോക്കുക, ഇന്ന് അവർ വീണ്ടും ദൈവത്തിനെതിരെ തിരിയുന്നു, മോശയ്ക്കെതിരെ തിരിയുന്നു. പറയുന്നതിലാണ്: ഞങ്ങളെ ഈജിപ്തില് ഇറച്ചിപ്പാത്രത്തിന്റെ മുൻപിലിരുന്ന് ഭക്ഷണം കഴിച്ചവരാണ്, ഇറച്ചി ആവോളം ആസ്വദിച്ചവരാണ്, പട്ടിണി കിടന്ന് കൊല്ലുവാൻ വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം പറയുന്നു, അവർക്ക് മൂക്കുമുട്ടെ ഭക്ഷണം ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം പറയുക. അവർക്ക് മഞ്ഞ കൊടുത്തു, വൈകുന്നേരങ്ങളിൽ കാടപ്പക്ഷികളെ കൊടുത്തു. അങ്ങനെ അവരെ ഭക്ഷിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. അങ്ങനെ അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ചു, മഞ്ഞ കഴിച്ചു. അത് അവരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ സൂക്ഷിക്കുവാനായിട്ട് പരിശ്രമിച്ചെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് അവർ കണ്ട അത്ഭുതങ്ങളൊക്കെ തന്നെ അവർ സൂക്ഷിച്ചിരുന്നത് വാഗ്ദാന പേടകത്തിലാണ്. വാഗ്ദാന പേടകം നമുക്കറിയാം, ജെറുസലേം ദേവാലയത്തിന്റെ ഹോളി ഓഫ് ഹോളി, ഏറ്റവും പരിശുദ്ധമായ ജെറുസലേം ദേവാലയത്തിന്റെ സ്ഥലത്ത് സൂക്ഷിച്ചു വച്ചിരുന്നത് ഈ വാഗ്ദാന പേടകമാണ്. അവിടെ യാത്രകളിൽ പലപ്പോഴും അവർ കൊണ്ടു നടന്നത് ഈ വാഗ്ദാന പേടകമായിരുന്നു. വാഗ്ദാന പേടകത്തിനകത്ത് മോശയുടെ വടിയും ഈ മരുഭൂമിയിൽ വർഷിക്കപ്പെട്ട അപ്പത്തിന്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ 10 കൽപ്പനകളുടെ ആ ശിലാഫലങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളാണ് അവർ വാഗ്ദാന പേടകത്തിനകത്ത് സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ഈ 3 കാര്യങ്ങൾ അവർ അത് കൊണ്ടു നടക്കുക. ജെറുസലേം ദേവാലയം പണികഴിപ്പിച്ചപ്പോൾ ആ ദേവാലയത്തിന്റെ ഏറ്റവും പരമപരിശുദ്ധമായ സ്ഥലത്ത് അവർ സ്ഥാപിച്ചു. അല്ലെങ്കിൽ ഈ ഒരു സാധനം അവിടെ ഇരിക്കുന്നത് കൊണ്ട് ജെറുസലേം ദേവാലയത്തിലെ ഏറ്റവും പരമപരിശുദ്ധമായ സ്ഥലമായിട്ടാണ് അത് മാറ്റുന്നത്. BC 767 വരെ ഈ സാധനം ദേവാലയത്തിനകത്തുണ്ടായിരുന്നു. 767 BC-യിലാണ് 767 ബാബിലോൺ ജനത സമരിയാക്കാരെ ജെറുസലേം ദേവാലയം ആക്രമിച്ച് കീഴടക്കുന്നു. ആ സമയത്ത് ജെറമ്യാ പ്രവാചകൻ ഈ വാഗ്ദാന പേടകം എടുത്ത് പൊട്ടക്കിണറിനകത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ്. പിന്നീട് ഈ വാഗ്ദാന പേടകത്തെ കുറിച്ച് ഇസ്രായേൽ അറിയില്ല. അവരുടെ വിശ്വാസമുണ്ട്, ഒരുവൻ ഒരു മോശയെ പോലെ ഒരുവൻ തിരിച്ചു വരും, അവർ ഈ വാഗ്ദാന പേടകം കണ്ടെടുക്കും. അങ്ങനെ അതിനകത്തിരിക്കുന്ന അപ്പം ഞങ്ങൾക്ക് സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു കാലഘട്ടം വരും. അന്ന് ഞങ്ങൾ വർഷിക്കുന്നവനെ ദൈവപുത്രനായിരിക്കും എന്ന് അവർക്ക് നല്ല ബോധ്യം. ആ ഒരു വിശ്വാസത്തിലാണ് ഇത് കാണുന്നത്. നമ്മുടെ അവസാന ഭാഗത്ത് കണ്ടുവരുന്നത്
പിടിച്ച് അവര് രാജാവാക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. കാരണം ഇതാ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ അപ്പം നൽകുന്നവൻ ഞങ്ങൾക്ക് ദൈവമായിട്ട് ഭവിക്കും, അങ്ങനെ വാഗ്ദാന പേടകത്തിലുള്ള. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഈ ഒരു മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകും. വേറൊരു വാഗ്ദാന പേടകം പുതിയ നിയമത്തിൽ കടന്നു വരുന്നത്, അത് പരിശുദ്ധ കന്യകാമറിയമാണ്. എങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയം വാഗ്ദാന പേടകമാണെന്ന് ചോദിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മോശെ അല്ലെങ്കിൽ ഈ വാഗ്ദാന പേടകത്തിനകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മോശയുടെ വഴി അത് അധികാരത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്വത്തിന്റെ പ്രതീകം. രണ്ടാമത് ദൈവത്തിന്റെ കൽപ്പനകൾ, അത് പ്രവാചകത്തിന്റെ പ്രതീകം. മൂന്നാമത് അപ്പം, അത് പൗരോഹിത്യത്തിന്റെ പ്രതീകം. അപ്പോൾ രാജ്യത്വവും പ്രവാചകത്വവും പൗരോഹിത്യവും ആണ് ഈ വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നത്. ഈ മൂന്നും അടങ്ങിയവൻ ക്രിസ്തുവാണ്. യഥാർത്ഥ രാജാവ് ക്രിസ്തുവാണ്, യഥാർത്ഥ പുരോഹിതൻ ക്രിസ്തുവാണ്, യഥാർത്ഥ പ്രവാചകൻ ക്രിസ്തുവാണ്. ഈ മൂന്നും അടങ്ങിയ ക്രിസ്തുവാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലുണ്ടായത്. അങ്ങനെ പരിശുദ്ധ അമ്മ പിന്നെ ഒരു വാഗ്ദാന പേടകമായിട്ട് മാറി. അങ്ങനെ ആ കടന്നു വന്ന വാഗ്ദാന പേടകത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തിൽ നിന്നും കടന്നു വന്ന ക്രിസ്തുവിനെ അവർക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇനി ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശേഷണം എന്താണ്? ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് അത്ഭുതങ്ങൾ നമുക്ക് മറക്കുവാനായിട്ട് സാധിക്കുകയും. ഒന്ന്, ക്രിസ്തു അപ്പം വർദ്ധിപ്പിക്കുന്നു 2 പ്രാവശ്യം. രണ്ടാമത് തന്റെ ശരീരത്തെ രൂപാന്തരം കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, വെള്ളത്തിലൂടെ നടക്കുന്ന ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത് താബോർ മലയിൽ വെച്ച് തന്റെ ശരീരം പ്രകാശമാക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ രണ്ട് അത്ഭുതങ്ങളിലൂടെയും ക്രിസ്തു തന്റെ ജനത്തെ മനസ്സിലാക്കി കൊടുക്കുന്നത് തന്റെ ശരീരത്തെ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തന്റെ മുന്നിലിരിക്കുന്ന അപ്പത്തെ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് തനിക്ക് സാധിക്കുമെന്ന് ക്രിസ്തു തന്റെ ജനത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് അവസാന നിമിഷം ക്രിസ്തു തന്റെ ശരീരത്തെ അപ്പമായിട്ട് നൽകുക. ശരീരത്തെ മാറ്റുവാൻ കഴിവുള്ളവൻ, അപ്പത്തെ മാറ്റുവാൻ കഴിവുള്ളവൻ തന്റെ ശരീരത്തെ അപ്പമായിട്ട് നൽകുക. അങ്ങനെ ക്രിസ്തുവിലൂടെ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. ആ പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നാണ് സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് പറയുക. നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് അപ്പം ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അപ്പം നൽകിയത് ആരാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് യഹൂദ ജനതയോട് പറയുക. അപ്പം കൊടുത്തവൻ ദൈവമാണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള കഴിവ് അവർക്കില്ലാതെ പോകും. നമ്മളും ഓരോ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. ആ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ഒരു ബോധ്യത്തോടു കൂടെയാണ് രൂപാന്തരീകരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, മനസ്സിലാക്കിയാണോ നാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇനി മന്ന അവർ എങ്ങനെയാണ് കണ്ടെത്തിയത്? ഒരു വളരെ മനോഹരമായിട്ടൊരു ഉപമ അവിടെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സിംബൽ അവിടെ കാണിക്കുന്നുണ്ട്. പ്രഭാതത്തില് മഞ്ഞ ഉരുകി അവർ മന്ന കണ്ടു എന്നാണ് പറയുന്നത്. ഇനി യോഹന്നാന്റെ സുവിശേഷവുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ഇരുട്ട് എപ്പോഴും തിന്മയുടെ പ്രതീകം, വെളിച്ചം നന്മയുടെ പ്രതീകമാണ്. വിശുദ്ധൻ പറയുക, ഇരുട്ട് മാറി വെളിച്ചമുണ്ടായി, വെളിച്ചത്തില് മഞ്ഞ അല്ലെങ്കിൽ പുറത്തുണ്ടായിരുന്ന മഞ്ഞുരുകി. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ ഇരുട്ട് മാറേണ്ടതുണ്ട്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് ഇരുട്ട് മാറുക എന്ന് പറഞ്ഞാൽ പാപമായ അന്തരീക്ഷത്തിൽ നിന്നും അല്ലെങ്കിൽ പാപകരമായ അവസ്ഥ മാറ്റപ്പെടണം. അങ്ങനെ മാറ്റപ്പെടണമെങ്കിൽ ഒരു ക്രിസ്തുവിന്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ സ്പർശിക്കണം. അപ്പോൾ ഒരു ക്രിസ്തുവിന്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ സ്പർശിക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മഞ്ഞ ഉരുകുകയും അങ്ങനെ യഥാർത്ഥമായ മഞ്ഞ അല്ലെങ്കിൽ യഥാർത്ഥമായ ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. അങ്ങനെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് എഫെസ്യരുടെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുക. നിന്റെ കുടിലതകളുള്ള മനുഷ്യനെ നീ ഒഴിഞ്ഞു മാറ്റി പുതിയൊരു മനുഷ്യനായിട്ട് നീ രൂപാന്തരം പ്രാപിക്കുന്നു. നിന്റെ കുടിലതകളുള്ള മനുഷ്യനെ നീ ഒഴിഞ്ഞു മാറ്റി പുതിയൊരു മനുഷ്യനായിട്ട് നീ രൂപാന്തരം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ ക്രിസ്തു നിന്റെ ജീവിതത്തിനകത്ത് വെളിച്ചമുണ്ടാക്കും. അങ്ങനെ നീയും താബോർ മലയിൽ കണ്ട ക്രിസ്തുവിനെ പ്രകാശമുള്ള മറ്റൊരു ക്രിസ്തുവായിട്ട് മാറ്റപ്പെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചില്ല എങ്കിൽ ഓർക്കുക, നമ്മുടെ മനസ്സിലുള്ള പാപത്തിന്റെ അന്ധകാരം നിലനിൽക്കുന്നു, നമ്മുടെ മനസ്സിലുള്ള പാപത്തിന്റെ മഞ്ഞ് നിലനിൽക്കുന്നു. അതൊരുകേണ്ടത് ആവശ്യം. ഉരുകാനായിട്ടൊരു മാർഗമേ ഉള്ളൂ, യഥാർത്ഥ ക്രിസ്തുവിൽ വിശ്വസിക്കുക, പശ്ചാത്തലം. അങ്ങനെ യഥാർത്ഥ ക്രിസ്തുവിൽ മനസ്സിലാക്കുന്നത് കർത്താവ് പറഞ്ഞതുപോലെ ആരാണ് ദൈവമെന്ന് മനസ്സിലാക്കുവാനും അങ്ങനെ ആ ദൈവത്തെ പിന്തുടരുവാനും നമുക്ക് പരിശ്രമിക്കും. മഞ്ഞിരികി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രകാശം എന്റെ മേലും ചെലുത്തിക്കൊണ്ട് യഥാർത്ഥ ക്രിസ്തുവായി തരുവാനായി നമുക്ക് പരിശ്രമിക്കാം. അതിൽ നിന്ന് നമുക്ക് നൽകണമേ എന്ന് സർവശക്തിനോട് പ്രാർത്ഥിച്ച് ഈ ബലി ഉണ്ട്. വിശ്വസിക്കുന്നു സർവശക്തമായ പിതാവിനെ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതരായ ദൈവപുത്രനും ജനിച്ചതുമായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശം, സത്യത്തിനുള്ള സത്യദൈവവും, ജനിച്ചവരും സത്യപ്പെടാത്തവരും പിതാവായ സത്യമായ അവിടെ വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വതന്ത്രനും നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ, ശ്രദ്ധിച്ചോ, മരിച്ചോ, അടക്കപ്പെട്ടു. വിശുദ്ധങ്ങളനുസരിച്ചോ മൂന്നാം ദിവസത്തെ സകലത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിനെ വലുവാതിരിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെ പരിശോധിക്കുവാൻ അവിടെ നമുക്കോട് വേണ്ടത് അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. പിതാവിന് പുത്രന് പുറപ്പെടുന്നവനും പിതാവിന്റെ പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നതിന് ശ്രദ്ധിക്കപ്പെടുന്നവരും പ്രവാചകന്മാർ വഴി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകോപരിശുദ്ധവും സ്ഥാപിക്കുകയും അപ്പോസ്തലമായ സഭയും ഞാൻ വിശ്വസിക്കുന്നു. പാപകടമോചനത്തിനായുള്ള ഏകജാതസ്നാനം നരേന്ദ്രയും മനുഷ്യരുടെയൊപ്പം മനാലികത്തിൽ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ദീർഘങ്ങളായ ആവശ്യം യേശുനാഥന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് കാണാം. സ്നേഹപിതാവ്, തിരുസഭയുടെ അമരക്കാരനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അനുഗ്രഹിക്കുന്നു. ബലിയാകാനും ബലിയേകാനും അതിഥികൾക്ക് ഒരുക്കുവാൻ ഞങ്ങളുടെ ഇടവക വികാരി സ്നേഹബഹുമാനമുള്ള സാബു വർഗീസത്തിനെയും വിജിലത്തിനെയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ ഇവിടെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യമക്കളോടുള്ള സ്നേഹപ്പടി വാസ്തവമായി ഈ ഞങ്ങൾക്ക് നൽകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുവാനും ആരാധിക്കുവാനും ദൈവജനത്തിനായി നമ്മൾ തിരഞ്ഞെടുത്ത ഞങ്ങളുടെ ഇടപെടലുകളെ അതിന്റെ ശുശ്രൂഷകളെ ശുശ്രൂഷ ധാരാളങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ സ്ഥാപിച്ച് അനുഗ്രഹിച്ച് സ്വീകരിച്ച ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാകാനും മക്കൾ അനുസരണത്തിലും ദൈവഭയത്തിലും വളരുവാനും കൃപ നൽകണമേ. നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ വളർന്നു വരുവാനും എല്ലാം ദൈവദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തെ
എല്ലാ വിശ്വാസികളുടെ ആത്മാക്കൾക്കും നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാവരും പാപമോചനം നൽകി സ്വർഗപ്രാപ്തി നൽകുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകളെ സന്നിധിയിൽ പ്രതീകരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരണത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവൻ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടേ. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ കാണിക്കകളുടെ ആഗ്രഹം സിദ്ധീകരിക്കുകയും ആത്മീയ ബലിയുടെ അർപ്പണം സ്വീകരിച്ച് ഞങ്ങളെ കൃത്യമായ കാണിക്കയാക്കി തീർക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടേ. കർത്താവ് നിങ്ങളോട് കൂടെ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിലുചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവാത്ഭുത പ്രതിഭാസങ്ങളും അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച ആചിന്തയും കർണം നടത്തുകയും അങ്ങേ വിസ്മരണീയമായ പ്രവൃത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്തു. ആകയാൽ ഞങ്ങളും എല്ലാ അനാഥങ്ങളും അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവമായ ആഘോഷത്തോടെ ആരാധിക്കുന്നു. Hare
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം വിജയിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ വിധി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൊണ്ടുവന്നത് അവ വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനത്തെ അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് എത്തിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകും. അപ്രകാരം തന്നെ താഴെ കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവേ, അങ്ങയുടെ വരവരെ അങ്ങേ മരണത്തെ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർത്തലിനെ തുടരുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസകനവും മഹനീയമായ ഉയർപ്പും സദാരോഹവും ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലി പാർക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ
അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിജമായ ഒരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശങ്ങൾ ലഭിക്കുവാൻ ദയാക്കട്ടെ. വിശിഷ്യാദയ മാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ തിരുക്കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടും അങ്ങേ സന്നിധിയിലവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും ബലി സർവ്വലോകത്തിനും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ദയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയുള്ളവരോടും വൈദികഗണങ്ങളോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഒക്കെ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ അങ്ങേ തിരുവനന്തപുരം അനുകൂലമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപരം കേട്ടലും കാണ്യവാനായ പിതാവ് എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും ദയാപൂർവം വന്ദിപ്പിക്കുക. ഞങ്ങളുടെ മുന്നിയുടെ സഹോദരനെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കുക. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങയെ മഹത്വത്താൽ നിജമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കും. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുകൾ ഐക്യത്തിൽ എല്ലാ ബുദ്ധിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായി ദിവ്യോപദേശത്താൽ നിർവഹിക്കപ്പെട്ട നിർഭയം നമുക്കേക്ക് പറയാം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം പരിപാലനം നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്ക് അങ്ങയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപമോചരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തക്കൾമാർക്ക് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടല്ലേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. കുഞ്ഞാ
ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നത് ദൈവത്തിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അറിയാം. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ ചികിത്സ മാത്രം മതി. സുഖമാകും. Amen.
ഈ വാർത്തപരസ്യം നെയ്യാറ്റിൻകരയുടെ മുഴുവനുള്ള വടക്കേ കുറ്റിത്താനിമുതൽ വീട്ടിൽ ശ്രീ അഗസ്റ്റിൻ്റെയും ശ്രീമതി തങ്കത്തിൻ്റെയും മകൻ ആയിരുന്നു. തിരുവനന്തപുരം അതിരൂപത വട്ടിയൂർക്കാവ് ഇടവക വട്ടിയൂർക്കാവ് ഏഞ്ചൽ കോട്ടയിൽ ശ്രീ രാജനെയും ശ്രീമതി കീരയുടെയും മകൾ മിനിയും കത്തോലിക്ക സഭാ പ്രകാരം സമയത്ത് വിവാഹം ചെയ്തുകൊണ്ടാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ വിവാഹത്തിന് കാനൂനിക പ്രകാരം തടസ്സങ്ങളുണ്ട്. തത്സമയത്ത് ബഹുമാനപ്പെട്ടവരെ അറിയിക്കുന്നു. ഉച്ചതിരിഞ്ഞ 3 മണിക്ക് കാര്യസ്പോൺസ് മീറ്റിംഗ് ഉണ്ടായിട്ട് എല്ലാ കാര്യസ്പോൺസും ദിവസം അതിൽ പങ്കെടുക്കുന്ന പ്രവർത്തിക്കുകയാണ്. 7-ാം തീയതി വൈകുന്നേരം ശനിയാഴ്ച 5 മണിക്ക് ആർത്തി തുടർന്ന് കാര്യസ്പോൺസിൽ ഉണ്ടായിരിക്കും. അതിനും പ്രവർത്തിക്കുകയാണ്. SSLC +2 പരീക്ഷയുടെ പാസ്സായ എല്ലാ കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. നല്ല കോഴ്സുകൾ ചെയ്യുവാൻ അതുപോലെ വീണ്ടും നല്ല വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നെറ്റ് എന്ന് പറയുക എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഇവിടെ കുട്ടികളുടെ ധനശേഖരണം നടത്തിക്കൊണ്ടിരുന്നതാണ്. അതിൻ്റെ കളക്ഷൻ ഇതിന് ശേഷം ഉണ്ടായിരിക്കുന്ന പ്രവർത്തിക്കുകയാണ്. കാര്യങ്ങൾ ഇത് വയ്ക്കുന്നത് ആരംഭിക്കുകയാണ്. കളക്ടർ കളക്ട് പുറത്തുണ്ടാവും. അതിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിലെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന സമയമായി ശനിയാഴ്ചയ്ക്കുമായിട്ട് കുട്ടികളുടെ രജിസ്ട്രേഷന് പൂർത്തിയാക്കുന്ന അഭ്യർത്ഥിക്കുകയാണ്. കുട്ടികളെ കണ്ടെത്തുവാൻ ക്രമീകരിച്ച് വാർഡേയുടെ ക്രമീകരിക്കുന്നതിന് ക്രമീകരിക്കുമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. 2020 മാർച്ച് മാസത്തിൽ ഇതിലെ ഓൺലൈനായി നടത്തിയ ഫാഷൻ ക്വിസ് മത്സരത്തിൽ 2-3 സ്ഥാനക്കരസ്ഥമാക്കിയിട്ട് ഇപ്പോൾ സമാധാനം കുട്ടികളുടെ പേരുകൾക്കനുസരിച്ച് മുന്നോട്ട്. ഇതിലെ 2 പാർട്ടികളുടെ ഓൺലൈൻ നടത്തിയ ഈ ഫാഷൻ ക്വിസ് മത്സരത്തിൽ ഇവിടെ നിന്ന് 10 കുട്ടികൾ പങ്കെടുക്കുകയും അത് 2 കുട്ടികൾ 2-3 സ്ഥാനം
മൂന്നാം സ്ഥാനം നവീന എൽഎസ്. ഇവരുടെ സഹോദരങ്ങളാണ് പീഠവകയിലെ മിഡിൽവേ അസോസിയേഷന്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ. നന്ദി. സമാനങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ദാനതലങ്ങൾ നവീകരിച്ചവരെ നിരന്തര സഹായത്താൽ യാത്ര ചെയ്യുവാനും ഒരിക്കലും നിലയ്ക്കാത്ത സംരക്ഷണത്താൽ നിരക്ഷകരാക്കുവാനും കഴിയണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ സമാപിച്ചു പോകുക. കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുക. Terima kasih.